ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ താരം നെല്ലിക്കയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നെല്ലിക്ക കഴിച്ചാൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആരോഗ്യത്തിന് മാത്രമല്ല, മുടിയുടെയും അതുപോലെ ചർമ്മത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് നെല്ലിക്ക ഉത്തമം തന്നെയാണ്. അപ്പോൾ ഇന്ന് നെല്ലിക്ക നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചിയുടെ പ്രധാന ആന്റി ഓക്സിഡന്റുകളായ ജിഞ്ചറോൾ നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണത്തിന് ഉത്തേജനം നൽകുകയും തലമുടിയുടെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവഴി മുടിയുടെ കട്ടി കുറയുക, മുടികൊഴിച്ചിലുണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങളെ ഫലപ്രദമായി നേരിടാൻ നമ്മളെ സഹായിക്കുന്നതാണ്. മലിനീകരണം, സൂര്യതാപം, ജീവിതശൈലി ഘടകങ്ങൾ എന്നിവയെല്ലാം കൊണ്ട് നമ്മുടെ മുടിയെ ആരോഗ്യവും തിളക്കവും ഒക്കെ നഷ്ടപ്പെടുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ മുടിയിഴകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകി മുടിയെ പുനരുജ്ജീവിപ്പിക്കാനും കരുത്തു പകരാനുമെല്ലാം ഇഞ്ചി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മങ്ങിയതും കേടായതുമായ തലമുടിയുടെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ അകറ്റാൻ ഇഞ്ചി ചേർത്തുള്ള ഒരു കണ്ടീഷനിങ് സഹായിക്കുന്നതാണ്. ഇതിലെ സവിശേഷ ഗുണങ്ങൾ തീവ്രമായ മോയ്സ്ചറൈസർ നൽകുകയും തലയോട്ടിയിലുണ്ടാകുന്ന ചെറിയ മുറിവുകളെ മൃദുവായി ഉണക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഇഞ്ചി നമുക്ക് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് എടുക്കാം. ഇത്രയൊന്നും ആവശ്യമില്ല. ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം മാത്രം നമുക്ക് മതി. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഞാനിവിടെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചൊന്നും ഇടുന്നില്ല, ഇതുപോലെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിടണം എന്നുള്ളവർക്ക് ചെറുതായിട്ട് മുറിച്ചിടാവുന്നതാണ്. മിക്സിയിൽ വേഗം തന്നെ അരിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിനി നെല്ലിക്ക കൂടി കട്ട് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 2 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നെല്ലിക്ക എടുക്കണോ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് ഞാനിനി പീസുകളാക്കി മുറിച്ചിടുന്നുണ്ട്. നല്ല കട്ടിയുള്ള നീളമുള്ള മുടി എന്നത് ഏവരുടെയും ആഗ്രഹമാണല്ലോ, അല്ലേ? ഈ ആഗ്രഹം സാധിച്ചു തരാൻ നമ്മുടെ നെല്ലിക്കയ്ക്ക് കഴിയും എന്നത് നിങ്ങൾക്കറിയാമോ? നെല്ലിക്കയുടെ ഉള്ളിൽ നിരവധി ആവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽസ്യം, വിറ്റാമിൻ സി തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ നമ്മളുടെ മുടിക്ക് മാത്രമല്ല ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്ര നെല്ലിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 എണ്ണമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ 2 കൂട്ടും കൂടി ഒന്ന് അരച്ചെടുക്കണം. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ആദ്യം നമുക്ക് നെല്ലിക്ക, നമ്മുടെ മുറിച്ച് വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഞ്ചി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണമായി പോയെന്ന് പരാതി ഉണ്ടെങ്കിൽ വലിയ കഷ്ണം എടുക്കാം. അതൊന്നും കുഴപ്പമില്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നെല്ലിക്കയ്ക്കൊരു കവർപ്പാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ എടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് കുറച്ച് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിക്കാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ക്യാരറ്റ് ഒക്കെ ജ്യൂസാക്കി കുടിക്കുമ്പോൾ അതിനൊരു മട്ട് കാണത്തില്ലേ, അങ്ങനെ ഒരു പ്രശ്നം വരുമെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണ് ബെറ്റർ. ഞാനിങ്ങനെ തന്നെ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അരിച്ചും കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ഇഷ്ടമാണ്. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയോ അങ്ങനെ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്രഷ് ജ്യൂസ് മാത്രമാണ്. ഇനി നമുക്കിത് കുടിക്കാം. രാവിലെ കുടിക്കുന്നതായിരിക്കും ഉത്തമം. അതിപ്പം വീക്കിലി വൺസ് കുടിച്ചാലും മതി. പിന്നെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പം ഞാനിവിടെ അരിച്ചും കൂടി ഒന്ന് കാണിച്ചു തരാവേ. നെല്ലിക്ക ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ഇഷ്ടമല്ലാത്ത മരുന്നുകൾ കഴിക്കാറില്ലേ, അതുപോലെ ഉള്ളൂ നെല്ലിക്കയുടെ ഈ ജ്യൂസ് കുടിക്കുന്നത്. അല്ലെങ്കിൽ നെല്ലിക്ക എങ്ങനെയും കഴിച്ചാലും മതി. ഹെയർ പാക്ക് ഒക്കെ കുറേ അപ്ലൈ ചെയ്യും, പക്ഷെ നമ്മൾ ഉള്ളിലോട്ടൊന്നും കഴിക്കാതിരുന്നാൽ അത് വർക്ക് ആവത്തേയില്ല. ഇതും കൂടി ഒന്ന് കഴിച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.